നമസ്കാരം. സംഭവബഹുലമായ ഒരു ദിനമാണ് ഇന്ന് കാസർഗോഡ് നഗരസഭയിൽ കടന്നുപോയത്. വിവേചനം ആരംഭിച്ച് കാസർഗോഡ് അൻകൂർ മേഖലയിലെ കൗൺസിലർമാരും ഇവരെ പിന്തുണക്കുന്നവരും രംഗത്ത് വന്നതോടെ വാക്കേറ്റവും കയ്യേറ്റവും വെല്ലുവിളികളും നിറഞ്ഞതായിരുന്നു ഇന്ന് കാസർഗോഡ് നഗരസഭയിലെ മുനിസിപ്പൽ കൗൺസിലർമാരുടെ യോഗത്തിൽ ഉണ്ടായത്. മുസ്ലിം ലീഗ് മെമ്പർമാർ തന്നെ മുസ്ലിം ലീഗ് നയിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കെതിരെ രംഗത്ത് വന്നതോടുകൂടി വിഷയം BJPയും ഏറ്റുപിടിച്ചു. ഇന്ന് കൗൺസിൽ യോഗമായിരുന്നു. കൗൺസിൽ യോഗത്തിൽ 7ാമത്തെ അജണ്ട മുൻകൂർ അനുമതി കൊടുത്തത് അംഗീകരിക്കലാണ്. ചെയർമാൻ മുൻകൂർ അനുമതി കൊടുത്ത വിഷയങ്ങൾ അംഗീകരിക്കലാണ് ഇന്നത്തെ 7ാമത്തെ അജണ്ട. അതിൽ 11ാമത്തെ വിഷയമായിട്ടുണ്ടായിരുന്നത് 16ാം വാർഡിൽ ഒരു ലൈബ്രറിയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് തുക മാറ്റിവെക്കുന്നതാണ്. അപ്പോൾ മുസ്ലിം ലീഗിലുള്ള മമ്മു ചാല അതിനെ എതിർത്തു. അപ്പോൾ ഞങ്ങൾക്കതിലെന്തോ വിഷയമുണ്ടെന്ന് തോന്നി. കൂടുതൽ ചർച്ച ചെയ്തപ്പോൾ അത് ഒഴിവാക്കേണ്ട, തള്ളിക്കളയേണ്ട വിഷയമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടു. 19 പേര് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ ഉണ്ട്. ചെയർമാനാണ് പറയേണ്ടത് വോട്ടെടുപ്പിൽ കൊണ്ടുപോകണത്. വോട്ടെടുപ്പ് നടത്താൻ ചെയർമാൻ തയ്യാറാകാതെ ഇപ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്.
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിവിലേജ് വെച്ചിട്ട് ഫണ്ട് മുഴുവൻ ജനറൽ ഫണ്ട് എല്ലാം മാറ്റി അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇത്ര മാത്രമാണ്. നമ്മൾ ഇത് ഇത്രയും വർഷം, അതായത് ഈ ഭരണസമിതി ഭരണത്തിലേറിയ വർഷം മുതൽ ഈ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ എല്ലാ പ്രവൃത്തികളും ഇതിൽ വരുന്നുണ്ട്. അജണ്ടയായിട്ട് കൊട്ടേഷൻ ആയാലും എല്ലാ പ്രവൃത്തി വരുന്നുണ്ട്. അപ്പം നമ്മൾ അത്രമാത്രം ചോദിച്ചിട്ടുള്ള അവരോട് അജണ്ട നമ്പർ 7 അതിൽ 11ാമത്തെ ആ പ്രവൃത്തി, അതായത് നല്ലൊരു സാംസ്കാരിക കേന്ദ്രം ആണ് ഇവർ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്ത് 6 മാസം തികയും മുമ്പേ അതിന് ബദലായിട്ടൊരു കെട്ടിടത്തിനുള്ള ഫണ്ട് ഇവർ ഇത്രയും വേഗം അടിച്ചെടുത്ത് നിൽക്കുന്നത് ഞങ്ങൾക്കാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വാർഡുകളിൽ ഇതുപോലെ പ്രയോറിറ്റി ഉള്ള വർക്കുകളുണ്ട്. അത് ചെയ്തു കൊടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അത് ടെൻഡറായി, അത് ഏറ്റെടുക്കാൻ ആളായി, അത് അംഗീകാരത്തിനും വന്നു. അപ്പോൾ ഇതൊക്കെ ആരുടെ കഴിവാണ്? ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ കഴിവല്ലേ? അതുകൊണ്ട് ഇത് ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കൂല. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് കിട്ടിയിട്ടുള്ള ഫണ്ടിൻ്റെ ഒരു കാര്യം എത്രയെന്ന് ഞങ്ങൾ നിയമപ്രകാരം തന്നെ അത് എല്ലാ ഭാഗങ്ങളിലും അന്വേഷിച്ചിട്ട് കണ്ടെത്തും. അത് പ്രകാരമായിരിക്കും ഇനി ഞങ്ങളുടെ നീക്കുപോക്ക്. എന്താണ് സംഭവിച്ചത്? ഇതിപ്പോൾ ഇന്ന് ചേർന്ന യോഗത്തിൽ ഒരു 4 ദിവസം മുമ്പ് തന്ന അജണ്ടയിലെ 7ാം നമ്പർ അജണ്ടയിൽ 11ാം നമ്പർ ക്രമ നമ്പറിൽ 448ാം നമ്പർ പ്രൊജക്റ്റ്, അതായത് അണങ്കൂർ 16ാം വാർഡിലേക്ക് ഒരു ലൈബ്രറി കെട്ടിടം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടു. നിലവിൽ 16ാം വാർഡിലെ ലൈബ്രറി പ്രവർത്തിച്ചിരുന്നു. 16ാം വാർഡിലെ സാംസ്കാരിക കേന്ദ്രത്തിലാണ് ലൈബ്രറി കെട്ടിടം പ്രവർത്തിച്ചിരുന്നത്. ആ ലൈബ്രറി കെട്ടിടത്തിൽ വെൽനസ് സെൻറ്റർ, അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നടപ്പിലാക്കിയത് മൂലം ആ ഒരു ലൈബ്രറി കെട്ടിടത്തിന് ലൈബ്രറിക്കുള്ള സ്ഥാനം നഷ്ടപ്പെടുകയും അതുവഴി വീണ്ടും അവിടെ ഒരു പുതിയ കെട്ടിടം നൽകി ലൈബ്രറി തുടങ്ങാമെന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു അജണ്ടയാക്കിയിട്ടാണ് കൗൺസിൽ വന്നത്. കാരണം ഞങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ഫണ്ടാണ് ലൈബ്രറിക്ക് അനുവദിച്ചതെങ്കിലും ജനറൽ ഫണ്ട് സ്വന്തം വാർഡിൽ വിനിയോഗിച്ച് വാർഡിൽ ഞാനാണ് ഏറ്റവും വലിയ വികസന പ്രവർത്തകൻ എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ ഒരു വ്യാമോഹമാണ് ഇതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് പറഞ്ഞാൽ ഒറ്റ വിഷയമുള്ളൂ, ഈ ഫണ്ട് അനുവദിക്കുന്നതിൽ വിവേചനം കാണിക്കാൻ പാടില്ല. ഫണ്ട് അനുവദിക്കൽ വിവേചനം കാണിക്കാൻ പാടില്ല. ഇതിപ്പോൾ അതുമാത്രമല്ല, ഈ 6 മാസം മുമ്പ് തുടങ്ങിയ വെൽനസ് സെൻ്ററിന് പകരം വീണ്ടും അതേ സ്ഥലത്ത് മറ്റൊരു കെട്ടിടം അനുവദിക്കുമ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ മുരടിച്ച് നിൽക്കുന്ന മറ്റു വാർഡുകളും നഗരസഭയിലുണ്ട്. ഇതുപോലെ സമാനമായ ഒരു സംഭവം സാംസ്കാരിക കേന്ദ്രത്തിൽ അറ്റകുറ്റപ്പണി ആവശ്യപ്പെട്ടുകൊണ്ട് മജീദ് കൊല്ലമ്പാടി നഗരസഭയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ ഇത് മുഖവിലക്കെടുക്കാതെ ആ കത്തും ഇതുവരെ പുറം ലോകം കാണാതെ അതിനു മുമ്പ് അടിയന്തരമായി തട്ടിക്കൂട്ടി ഒരു ലൈബ്രറി കെട്ടിടം നിർമ്മിക്കാനുള്ള ഉദ്ദേശത്തോടാണ് ഈ അജണ്ട വന്നത്. ഈ അജണ്ടയെ തീർത്ത് ഞങ്ങൾ ഇതിൽ രാഷ്ട്രീയമില്ല, ഈ അജണ്ട മാത്രം മാറ്റിവെക്കണമെന്നൊരു ആവശ്യം മാത്രമാണ് ഇന്ന് കൗൺസിലിൽ ഉന്നയിച്ചത്. തള്ളിക്കളയണമെന്ന ആവശ്യമാണ്, മാറ്റിവെക്കാനല്ല പറഞ്ഞത്. ഈ അജണ്ട തള്ളിക്കളയണം, ഈ ഫണ്ട് അനുവദിക്കാൻ പാടില്ല എന്നൊരു അജണ്ട ഒരു ചർച്ചയാണ് ഇന്ന് കൗൺസിൽ വന്നത്. യോഗം മുഴുമിപ്പിക്കാതെ 6 അജണ്ട ചർച്ച ചെയ്ത് അതിനുശേഷം ചെയർമാൻ യോഗം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോവാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സ്വാഭാവികമായിട്ട് അജണ്ടയിൽ വരുന്ന വിഷയങ്ങൾ കൗൺസിൽ അംഗീകാരം വാങ്ങുന്നതിനായിട്ട് പറയാറ്. കൗൺസിൽ അംഗീകാരം എന്ന് പറഞ്ഞാൽ കൗൺസിലിൽ മുഴുവൻ കൗൺസിലർമാരാണോ ഇതിനെ അംഗീകരിക്കുകയാണെങ്കിൽ അത് നടപ്പിലാക്കാൻ പറ്റും. പക്ഷേ 17-നെതിരെ 19 കൗൺസിലർമാരും ഇതിനെ ഡിസൈൻ നോട്ട് വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ അതിനെ മുകളിലെടുക്കാതെ കൗൺസിൽ യോഗം അവസാനിപ്പിച്ചുള്ളത് തീർത്തും അവസരോചിതമായ ശരിയായ രീതിയല്ല. അപ്പോൾ അതുകൊണ്ട് സെക്രട്ടറിക്ക് ഞങ്ങളിപ്പോൾ കത്ത് നൽകിയിട്ടുണ്ട്. ആ അജണ്ട
വീണ്ടും വിളിച്ച് യോഗം വിളിച്ചു ചേർത്ത് നടപ്പിലാക്കാൻ ആവശ്യമായി പുനഃപരിശോധിക്കാൻ ആവശ്യമായ നടപടി തീരുമാനം ആവശ്യമുണ്ട് ഞങ്ങൾ സെക്രട്ടറി കത്ത് നൽകി. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കൗൺസിലർമാരാണ്. ഞങ്ങൾ ഭരണം എന്നുള്ളത് മുസ്ലിം ലീഗാണ് നടത്തുന്നത്. സ്വാഭാവികമായി ഇപ്പോൾ മുസ്ലിം ലീഗിൽ തന്നെ രണ്ട് തട്ടാതൊരു സ്ഥിതിവിശേഷം വരില്ല. ഇത് മുസ്ലിം ലീഗിലെ രണ്ട് തട്ടുള്ള വിഷയമല്ല. ഇത് ഒരു പ്രദേശത്തേക്ക് അനുവദിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമാണ്. ഞാൻ കൗൺസിലിൽ അവതരിപ്പിച്ചെന്ന് മാത്രം. ഒരു പ്രദേശത്തേക്ക് ഒരു കൗൺസിലർക്ക് മാത്രം ഒരുപാട് ഫണ്ടുകൾ അനുവദിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു വിഷമം ഞങ്ങളെ അതുപോലെ മറ്റ് സമാനമായ ഫണ്ടുകൾ കിട്ടാതെ വികസനങ്ങൾ മുരടിച്ചിരിക്കുന്ന വാർഡുകൾക്ക് വേണ്ടി, അതായത് അവരുടെ ജനപ്രതിനിധികൾക്ക് വേണ്ടി ഒരു സംസാരം മാത്രമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. ഒരു അവസാനം ഒരു കയ്യേറ്റവും അതുപോലുള്ള തള്ളലും മുന്തലൊക്കെ നടന്നു. അത് പരസ്പരം മുസ്ലിം ലീഗ് കൗൺസിലർമാരും നിങ്ങളാണ് നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചർച്ച വരുമ്പോൾ യോഗം അവസാനിപ്പിച്ചു. ഇതിൽ സത്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ള കൗൺസിലർമാർ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിരിക്കുന്ന BJP അനുകൂലിക്കുന്ന കൗൺസിലർമാരും ഇത് ശരിയാണ്, ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് കിട്ടുന്നില്ല എന്ന രീതിയിലുള്ള ആ യോജിപ്പ് നമ്മളോട് രേഖപ്പെടുത്തി കളത്തിലിറങ്ങിയപ്പോൾ അവർ തമ്മിലുള്ള ഒരു ചെറിയ തള്ളു മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ പാർട്ടി എന്ന വിഷയത്തിലല്ല അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇങ്ങനൊരു പ്രയാസം ഉണ്ടായതോടുകൂടി പാർട്ടി തല നടപടികൾ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയാണ്. അത് നിങ്ങൾ ആലോചിച്ചിട്ടില്ല. ഇപ്പൊ പാർട്ടി പാർട്ടിക്കെതിരായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല. നടത്തിയില്ല. പാർട്ടി ഞങ്ങളുടെ നാടിന്റെ ആവശ്യമാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അല്ല പാർട്ടിക്കെതിരായിട്ട് ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടില്ല. ആ ഒരു അജണ്ട പുനഃപരിശോധിക്കണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതല്ല, ഞങ്ങളെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടില്ല. അണങ്കൂർ മേഖലയ്ക്ക് ഒരു ഹെൽത്ത് സെന്റർ സ്ഥാപിക്കുമ്പോൾ ഞങ്ങളവിടെ 6-7ഓളം കൗൺസിലർമാരുണ്ട്. അവിടെ ഒന്നും കൂടി ആലോചിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവരെ വാർഡിലേക്ക് ഇടുന്നതാണ്. അപ്പോൾ നിലവിലൊരു സാംസ്കാരിക കേന്ദ്രം ഉണ്ട് അവിടെ. അത് എല്ലാവർക്കും അനുയോജ്യമായ ഒരു സ്ഥലത്ത് ആവശ്യമുള്ള ഒരു സാംസ്കാരിക മീറ്റിങ്ങുകളും അതിനെ നഷ്ടപ്പെടുത്തി ഞങ്ങൾക്ക് വേണ്ട, അവിടെ ഇല്ലാത്ത പ്രശ്നമില്ല, ഹെൽത്ത് സെൻ്റർ എടുത്തിട്ട് സ്വന്തം പേര് നിലനിർത്താനും വേണ്ടിയിട്ട് അദ്ദേഹം സ്ഥാപിച്ചിട്ടാകുമ്പോൾ വീണ്ടും അതിലേക്ക് ഫണ്ട് വെക്കുന്നതാണ് ഞങ്ങൾ എതിർത്ത്. ആ ഫണ്ടിന് അംഗീകാരം കൊടുക്കുക. അല്ലാതെ ഞങ്ങൾ പണ്ട് ബാക്കിയുള്ള വാർഡിലേക്കൊന്നും ഫണ്ടില്ല, ചെറിയ ഫണ്ട് തന്നിട്ട് ഇതാക്കുക. അപ്പോൾ ഒരേ വാർഡിലേക്ക് ഫണ്ട് വെക്കുന്ന അവസ്ഥയാണ് ഇത്. അങ്ങനെ പല പ്രാവശ്യം മുമ്പത്തെ പദ്ധതിയിലും അതുപോലെ തന്നെ വാർഡിലേക്ക് കൂടുതൽ ഫണ്ട്, മറ്റുള്ള വാർഡുകൾക്കൊന്നും ഫണ്ടില്ല, പുറത്തും ഫണ്ട്. ഇപ്പോൾ എല്ലാ വാർഡിലേക്കും ചെറിയ ഫണ്ടാണ്, 3 ലക്ഷം രൂപയാണ് കൊടുത്തത്. ഈ വാർഡിലേക്ക് ഇഷ്ടം പോലെ ഫണ്ട്. അത് ഇവിടെ നിന്നിട്ട് പദ്ധതി വെക്കുമ്പോൾ നമ്മളൊന്നും അറിയുന്നില്ല, നമ്മളോടൊന്നും കൂടി ആലോചിക്കുന്നില്ല. ഇത്രയാണ് ഇതാണ് ഞങ്ങൾ അറിയിച്ചത്. ഓക്കെ, ശരി.